ഹായ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. 13-ാം അധ്യായത്തിൽ വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്. വിതക്കാരൻ്റെ ഉപമ നമ്മൾ എപ്പോഴും തന്നെ നമ്മൾ വിതക്കാരൻ്റെ ഉപമയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ട്. വിതക്കാരൻ വിത്ത് വിതയ്ക്കുന്ന കാര്യങ്ങളും എവിടെയൊക്കെ വീഴുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. എന്നാൽ അതിനകത്തെ 8-ാം തിരുവചനം മാത്രം ഞാനൊന്ന് എടുത്തുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്, നമ്മളിലേക്കൊന്ന് ചിന്ത വരുത്തുകയാണ്. 8-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: അതിൽ ചിലത് നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണ വിത്തുകൾ 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ വചനങ്ങളാണ്. ഉപകാരൻ്റെ ഉപമ പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ തിരുവചനമാണിത്. എന്തുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകിയെന്ന്? നല്ല നിലത്ത് വീണ വിത്തുകൾ ഒന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. 100 മേനി ഫലം നൽകിയെന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഈ 100 മേനി 60 മേനി 30 മേനി എന്ന് പറയുന്നത്? ഈ ഒരു തിരുവചനം വെച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നമ്മളെ ഒന്ന് നോക്കുവാണെങ്കിൽ ഈശോ പറയുന്നത് ആരാണ്? ഈശോ പറയുന്ന ഈ വിതക്കാരൻ ആരാണ്? ഈ വിതക്കാരൻ ദൈവമാണ്. ദൈവം വിതച്ചു. നമ്മളെല്ലാം നല്ല നിലത്ത് വീണ് നമ്മളെ ഒന്ന് നല്ല നിലത്ത് വീണ വിത്തുകളാക്കി നമ്മളൊന്ന് കരുതണം. നമ്മളെല്ലാവരും നല്ല നിലത്ത് വീണ വിത്തുകളാണ്. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. ദൈവം വിതച്ച വിത്തുകളാണ് നമ്മളെല്ലാവരും. നല്ല നിലത്ത് വീണ വിത്തുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ നല്ല നിലത്ത് വീണ വിത്തുകളെ എല്ലാം ഈശോ ഒരുമിച്ച് പിടിക്കുന്നു. അപ്പോൾ ആ നല്ല നിലത്ത് വീണ വിത്തുകളിൽ പലർക്കും പല ക്വാളിറ്റി ഉള്ളവരായിരിക്കാം. ചിലർക്ക് നല്ല ഹൈ ക്വാളിറ്റി ആയിരിക്കാം, ചിലർക്ക് മീഡിയം ലെവലായിരിക്കാം, ചിലർക്ക് ലോ ലെവലായിരിക്കാം. ഏത് ക്വാളിറ്റി ആണെങ്കിലും ദൈവം എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അപ്പോൾ ആ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുമ്പോഴത്തേക്കും ഈശോയ്ക്ക് എല്ലാവരും ഒരുപോലെയാണ്. നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച്, നമ്മുടെ ആ കഴിവനുസരിച്ച്, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ കഴിവനുസരിച്ച് നമ്മൾ ദൈവത്തോട് എത്രമാത്രം വിശ്വസ്തതയുള്ളവരാണ് എന്ന് മാത്രം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് നമുക്ക് എത്രമാത്രം വിശ്വസ്തയോടുകൂടി നമ്മുടെ ആ കഴിവിനെ കർത്താവിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പം ഈ ഒരു തിരുവചനത്തിലൂടെ അപ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നീ ഉപമകളിലൂടെ മാത്രം സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനുള്ള വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ്, അവർക്ക് അത് ലഭിച്ചിട്ടില്ല എന്ന് അതിൻ്റെ തുടർന്നുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്കാണ്, ശിഷ്യന്മാർക്കാണ്. ആ ശിഷ്യന്മാരിലൂടെ